പ്രൈസ് ലോർഡ്. ഞാൻ ഇന്ന് നിങ്ങളോട് ചെറിയൊരു കഥയാണ് പറയാൻ പോകുന്നത്. ഒരു ദിവസം ഒരു അമ്മയും കുഞ്ഞും അവരുടെ ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ കുഞ്ഞിന്റെ ശ്രദ്ധയിൽ അവരുടെ ഷോക്കേഴ്സിൽ ഇരിക്കുന്ന ഒരു മൺപാത്രം കണ്ടത്. അവൻ വേഗം അമ്മയോട് ചോദിച്ചു, അമ്മേ, നമ്മുടെ വീട്ടിൽ ഒത്തിരി പാത്രങ്ങളുണ്ട്, എന്തുകൊണ്ടാ ഈ പാത്രം മാത്രം നമ്മൾ ഷോക്കേഴ്സിൽ വെച്ചിരിക്കുന്നത്? ബാക്കിയുള്ള മൺപാത്രങ്ങളൊക്കെ അടുക്കളയിലാണല്ലോ ഇരിക്കുന്നത്. അതിന് മറുപടിയായി അവന്റെ അമ്മ അവനോടൊരു കാര്യം പറഞ്ഞു, മോനെ, ഇത് വളരെ ഭംഗിയേറിയതും വിലയേറിയതുമായ ഒരു പാത്രമാണ്. നമ്മൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങിയതാ. അതുകൊണ്ടാണ് നമ്മൾ ഈ മൺപാത്രത്തെ നമ്മുടെ ഷോക്കേഴ്സിൽ വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് ആ മറുപടി കേട്ട് അവന് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാ ഇതിത്ര വിലയേറിയതായത്? എന്തുകൊണ്ടാ ഇതിത്ര ഭംഗിയേറിയതായത്? അവൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ മൺകുടം അവനോട് സംസാരിക്കുവാൻ തുടങ്ങി. മോനെ, നിനക്കറിയോ എന്റെ ജീവിതം എങ്ങനെയാ ഇത്ര വിലയേറിയതായത്? എന്റെ ജീവിതം എന്തായിരുന്നു നിനക്കറിയോ? അവൻ പറഞ്ഞു, ഇല്ല കുഞ്ഞെ, പണ്ട് എന്റെ ജീവിതം ചേറ്റിലായിരുന്നു. ആർക്കും ഒരു വിലയുമില്ലായിരുന്നു. പെട്ടെന്നാണ് ഒരു കുശവൻ ചാക്കുമായി വന്ന് എന്നെ ആ ചേറ്റിൽ നിന്നും കോരിയെടുത്തത്. എനിക്ക് വളരെയേറെ സന്തോഷമായി. അങ്ങനെ ആ കുശവൻ എന്നെ ഒരു അരിപ്പയിലേക്ക് കൊണ്ടുപോയാണ് ഇട്ടത്. അരിപ്പയിൽ വീണത് എന്റെ ശരീരം വല്ലാണ്ട് വേദനിക്കാൻ തുടങ്ങി. ഞാൻ ഓർത്തു, ഇതിനായിരുന്നു കുശവൻ എന്നെ അതിൽ നിന്ന് കോരിയെടുത്തത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കുശവൻ എന്റെ ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കുകയായിരുന്നു അരിപ്പയിലൂടെ. ആ കുശവൻ ചെയ്യുന്നത് കണ്ട് എനിക്ക് സന്തോഷമായി. എന്നെ വീണ്ടും കുശവൻ അവിടെ നിന്നെടുത്ത് കൊണ്ടുപോയി ചെളി കുഴിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ കൊണ്ടുപോയി എന്നെ ആ കുഴയ്ക്കുന്ന സ്ഥലത്തേക്കിട്ട് നല്ലതുപോലെ ചവിട്ടി കുഴയ്ക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നല്ലൊരു പദമുള്ള മണ്ണായി മാറി. ആ ചവിട്ടിക്കുഴയ്ക്കലും ഒക്കെ എനിക്ക് വളരെയേറെ വേദന തന്നു. എങ്കിലും ഞാൻ അതൊക്കെയും സന്തോഷത്തോടെ സഹിച്ചു. അത് കഴിഞ്ഞ് കുശവൻ എന്നെ എടുത്ത് ഒരു ചക്രത്തിന്മേൽ വെച്ചു. ആ ചക്രത്തിന്മേൽ വെച്ച് മെല്ലെ മൃദുവായ കരങ്ങൾ കൊണ്ട് എനിക്ക് രൂപം വരുത്തുവാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് കുറേ വെള്ളമൊക്കെ ഒഴിച്ചു തരുമായിരുന്നു. അതൊക്കെ എനിക്ക് വളരെയേറെ സന്തോഷമായിരുന്നു. പെട്ടെന്നാണ് കുശവന്റെ കൈ തട്ടി എൻ്റെ ദേഹത്തു നിന്ന് കുറച്ച് മണ്ണങ്ങ് ഇളകിപ്പോയത്. അത് കണ്ട് കുശവൻ ഭയങ്കര സങ്കടമായി. കുശവൻ എന്നെ മുഴുവനായി പൊളിച്ചു കളഞ്ഞു. ഞാൻ ഓർത്തു, ഇനി എനിക്കൊരു ജീവനില്ല, ഇനി എന്നെ ആർക്കും വേണ്ട, എൻ്റെ ജീവിതം ഇവിടെ തീർന്നു പോകുമെന്ന്. പക്ഷേ കുശവൻ എന്നെ പിന്നെയും എടുത്ത് നല്ല ഭംഗിയുള്ളൊരു പാത്രമാക്കി മാറ്റി. എൻ്റെ ജീവിതം പുതിയതായി തീരുവാനിടയായിത്തീർന്നു. ആ പ്രശ്നങ്ങൾ ഞാൻ ഓർത്തു, എൻ്റെ ജീവിതത്തിൽ വന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഇത്ര നല്ല ഭംഗിയുള്ളൊരു പാത്രമായി തീരുവാനാണല്ലോ എന്ന്. പക്ഷെ കുശവൻ പിന്നെ ചെയ്തത് എന്താണെന്നറിയോ? എന്നെ നല്ല കത്തുന്ന ഒരു തീച്ചൂളയിലേക്ക് കൊണ്ടുപോയി വെച്ചു. അവിടെ കൊണ്ടുപോയി വെച്ചപ്പോൾ എൻ്റെ ശരീരം വളരെയേറെ ചൂട് കൊണ്ട് വേദനിക്കുവാൻ തുടങ്ങി, പൊള്ളുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ, ആ ചേറ്റിൽ തന്നെ കിടന്നാൽ മതിയായിരുന്നു. ഇത്ര പ്രയാസങ്ങളും ഭാരങ്ങളും ഒന്നും എൻ്റെ ജീവിതത്തിൽ ഏൽക്കേണ്ടി വരത്തില്ലായിരുന്നു. 3 ദിവസമായി 4 ദിവസമായി കുശവൻ ഇതുവരെ മടങ്ങി വന്നില്ല എന്നെ എടുക്കുവാൻ. ഞാൻ വളരെയേറെ വിഷമിക്കുവാൻ തുടങ്ങി. പക്ഷേ 4-ാം ദിവസമായപ്പോൾ കുശവൻ കടന്നു വന്നു. എന്നെ അതിൽ നിന്ന് എടുത്ത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് മുക്കുവാനിടയായി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, എൻ്റെ ശരീരം അലിയുന്നില്ല. പണ്ടൊക്കെ ഞാൻ വെള്ളത്തിൽ വീഴുമ്പോൾ എൻ്റെ ശരീരം അലിഞ്ഞു പോകുമായിരുന്നു. എന്നെ കുശവൻ മെല്ലെ കൊട്ടി നോക്കി. ഞാൻ പൊട്ടുന്നില്ല. പണ്ടൊക്കെ ചെറിയൊരു തട്ടൽ കിട്ടിയാൽ ഉടനെ ഞാൻ പൊട്ടുമായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതം നല്ല സ്ട്രോങ് ആയി മാറുവാനിടയായി. ആ കുശവൻ എന്നെ നല്ല ചിത്രപ്പണികളൊക്കെ വരുത്തി നല്ല മനോഹരമായൊരു പാത്രമാക്കി എന്നെ നല്ല വില കൊടുത്ത് ഒരു കടക്കാരന് കൊടുക്കുവാനിടയായി. അവിടെ നിന്നാണ് കുഞ്ഞെ നിന്റെ അമ്മ എന്നെ വാങ്ങുവാനിടയായത്. ഇതാണ് കുഞ്ഞെ എൻ്റെ ജീവിതത്തിൻ്റെ കഥ. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഓരോരുടെയും ജീവിതത്തിലും ഇതുപോലെ പല പല പ്രയാസങ്ങളിൽ കൂടെയും പല പല പ്രശ്നങ്ങളിൽ കൂടെയൊക്കെയും നമ്മൾ കടന്നു പോകും. ഈ മൺപാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു വേദനയേറിയ പ്രോസസ്സിലൂടെയാണ് അത് മനോഹരമായൊരു മൺപാത്രമായി തീർന്നത്. ഇതുപോലെയാ കർത്താവ് നമ്മളെ ചില പ്രോസസ്സിലൂടെ കടത്തിവിടുന്നത്. എന്തിനാണെന്നറിയോ? നമ്മുടെ ജീവിതം ഏറ്റവും വിലയേറിയതും ഭംഗിയേറിയതുമാക്കുവാൻ വേണ്ടിയാണ്. യെശയ്യാവ് 64:8 നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കരമെണ്ണം, നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിന്റെ കൈപ്പണിയത്രേ. നമ്മുടെ പിതാവാണ് നമ്മുടെ കുശവൻ. സ്വർഗത്തിലെ യേശുപ്പച്ചൻ യേശുപ്പച്ചന് ഇഷ്ടമുള്ള പാത്രമായാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇരമ്യാവ് 18 അധ്യായം അതിൻ്റെ 4 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. നമ്മുടെ ജീവിതത്തിലും പല പല തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഉടഞ്ഞു പോകുവാൻ ഇടയായിത്തീരും. എങ്കിലും കർത്താവ് നമ്മളെ തള്ളിക്കളയാതെ കർത്താവിന് ഹിതമുള്ള നല്ലൊരു പാത്രമാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ താഴ്ന്നു പോകാതെ ഈ കുശവന്റെ കയ്യിൽ നിന്ന് ഉടഞ്ഞു പോയ പാത്രത്തെ കുശവൻ തനിക്ക് കൊള്ളാവുന്ന ഒരു പാത്രമാക്കി മാറ്റിയതുപോലെ നമ്മളെയും കർത്താവിന് ഹിതമുള്ള പാത്രമാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ഈ പ്രോസസ്സിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കളിമൺ പാത്രമായി അല്ലെങ്കിൽ വിലയേറിയ ഒരു പാത്രമായി തീരുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ.